ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഒരു ടീച്ചർ ജോലിയാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്? എങ്കിലിതാ നിങ്ങൾക്കൊരു സുവർണാവസരം. കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലുമായി അധ്യാപക തസ്തികകളിലേക്ക് വിജ്ഞാപനം ഇറങ്ങിയിരിക്കുകയാണ്. 14,967 ഒഴിവുകളിലേക്കുള്ള വമ്പൻ അവസരമാണ് ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിരിക്കുന്നത്. CBSE ആണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 9,126 ഒഴിവുകളും നവോദയ വിദ്യാലയങ്ങളിൽ 5,841 ഒഴിവുകളുമാണ് ഉള്ളത്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ തസ്തികയിൽ മാത്രം 6,215 ഒഴിവുകളുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 2,794 ഒഴിവുകളും നവോദയ വിദ്യാലയങ്ങളിൽ 3,421 ഒഴിവുകളുമാണ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ തസ്തികയിലുള്ളത്. ഹിന്ദി, ഇംഗ്ലീഷ്, സംസ്കൃതം, സോഷ്യൽ സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്, സയൻസ്, തേർഡ് ലാംഗ്വേജ്, ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, കമ്പ്യൂട്ടർ സയൻസ്, മ്യൂസിക്, ലൈബ്രറി എന്നീ വിഭാഗങ്ങളിലാണ് TGD അവസരം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ തസ്തികയിൽ 2,996 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ജോലി ലഭിക്കുന്നവർക്ക് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 1,465 ഒഴിവുകളും നവോദയയിൽ 1,531 ഒഴിവുകളുമാണ് ഉള്ളത്. ഹിന്ദി, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്നീ വിഷയങ്ങളിലാണ് PGT അവസരം. പ്രൈമറി ടീച്ചർ തസ്തികയിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിലാണ് അവസരം. 3,365 ഒഴിവുകളാണുള്ളത്. അനധ്യാപക തസ്തികകളിൽ 1,942 ഒഴിവുകളിലാണ് അവസരം. വിവിധ വിഭാഗങ്ങളിലായി കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 1,155 ഒഴിവും നവോദയ വിദ്യാലയങ്ങളിൽ 787 ഒഴിവുമാണുള്ളത്. അസിസ്റ്റന്റ് കമ്മീഷണർ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ലൈബ്രറിയൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഫിനാൻസ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ലാബ് അറ്റൻഡന്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിലാണ് അവസരം. 2025 ഡിസംബർ 4 അടിസ്ഥാനമാക്കി യോഗ്യത, പരിചയം, പ്രായം എന്നിവ കണക്കാക്കും. സംവരണ വിഭാഗക്കാർക്കും വനിതകൾക്കും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കും. അധ്യാപക തസ്തികകളിലേക്ക് 2 ഘട്ടങ്ങളായുള്ള എഴുത്തു പരീക്ഷ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷാ രീതി, സിലബസ് എന്നിവ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റിലെ വിജ്ഞാപനം കാണുക. അസിസ്റ്റന്റ് കമ്മീഷണർ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ തസ്തികകൾക്ക് 2,300 രൂപയാണ് പരീക്ഷാ ഫീസ്. സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ലാബ് അറ്റൻഡന്റ്, MTS തസ്തികകൾക്ക് 1,200 രൂപയും മറ്റ് തസ്തികകൾക്ക് 1,500 രൂപയുമാണ് പരീക്ഷാ ഫീസ്. പട്ടിക വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർക്കും വിമുക്ത ഭടന്മാർക്കും പരീക്ഷാ ഫീസ് വേണ്ട. പരീക്ഷാ ഫീസിന് പുറമെ 500 രൂപ പ്രോസസ്സിംഗ് ഫീസായും അടയ്ക്കണം. പട്ടിക വിഭാഗം, വിമുക്ത ഭടന്മാർ, ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ട അപേക്ഷകർക്കും പ്രോസസ്സിംഗ് ഫീസ് ബാധകമാണ്. കേന്ദ്രീയ വിദ്യാലയയിലെയും നവോദയയിലെയും സമാന തസ്തികയിലേക്ക് ഒരുമിച്ച് അപേക്ഷിക്കുന്നവർ ഒരു തസ്തികയിലേക്ക് മാത്രം ഫീസ് അടച്ചാൽ മതി. ഓൺലൈനായി ഫീസ് അടയ്ക്കണം. www.cbse.gov.in, www.kvsangathan.nic.in, www.navodaya.gov.in എന്നീ വെബ്സൈറ്റുകളിലൂടെ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഡിസംബർ 4 വരെ ഓൺലൈൻ രജിസ്ട്രേഷന് അവസരമുണ്ട്. വിജ്ഞാപനം സംബന്ധിച്ച വിശദ വിവരങ്ങൾ നവംബർ 22 ലക്കം മലയാള മനോരമ തൊഴിൽ വീഥിയിലുണ്ട്.